കഴുത്തൊക്കെ ഉളുക്കിയിട്ടുണ്ടായിരുന്ന മിഹോയ്ക്കാകട്ടെ ഇപ്പോൾ ചുഴങ്ങിന്റെ കൂടെ യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. മിഹോയും തലേദിവസം രാത്രി വീട്ടിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനാകട്ടെ മിഹോ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ജോയിങ്ങിന്റെ കൂടെ ആയിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെയും വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നു. പേരൻസും ജൂയിങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ്. അങ്ങനെയിരിക്കെ യഥാർത്ഥത്തിൽ ജൂയിങ്ങിന്റെ കൂടെയൊക്കെ മിഹ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ആ ഒരു ദിവസത്തെക്കുറിച്ചൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ജോയിങ്ങിനും കള്ളം പറയുവാനായിട്ടൊരു മടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോയിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ മിഹോയും നോക്കുന്നു. പക്ഷേ ഈ ഒരു സമയത്താണ് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് അവരും വിളിക്കുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണോ അതോ മിഹോ പറഞ്ഞ പോലെ ഇറങ്ങി പോകണോ എന്ന സംശയത്തിലൊക്കെ ജോയിങ്ങും നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ജിഹൻ പോയ സമയത്താകട്ടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സൊക്കെ ഉൺഹയുടെ റൂമിൽ കളഞ്ഞിട്ടായിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സുമായിട്ട് അത് തിരിച്ചു കൊടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഉൺഹയും. ഉൺഹയും നേരെ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ സിഒനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് തമ്മിൽ പരിചയമൊക്കെ ഉള്ളതാണെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലെ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതൊന്നും തന്നെ വിശ്വസിക്കാതെ അവളെ പുറത്താക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ ഹോക്കി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളെ തിരിച്ചറിയുന്നൊക്കെയുണ്ട്. ജിഹോൻ ഏനയുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഏനയ്ക്ക് സോസേജസ് ഒന്നും തന്നെ കഴിക്കുവാനായിട്ട് സാധിക്കാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കമ്പനിയുടെ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നും നീക്കം ചെയ്യുവാനായിട്ടൊക്കെ നേരത്തെ തന്നെ ജിഹോൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏനയാകട്ടെ അതിന് താൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ഏനയ്ക്ക് അലർജി ഉള്ളത് കൊണ്ട് തന്നെ സോസേജസ് കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ള സോസേജസിൽ നിന്നും ഞങ്ങളുടെ സോസേജസ് എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് നിനക്ക് തിരിച്ചറിയുവാനും കഴിയുകയില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്കും നിന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിഹോൻ പറയുമ്പോഴത്തേക്കും ഏനയും പെട്ടെന്ന് തന്നെ ബാഗിലുണ്ടായിരുന്ന സോസേജ് ഒക്കെ എടുത്തിട്ട് കഴിക്കുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. പക്ഷെ ജിഹോനും അവളുടെ കൈയൊക്കെ പിടിച്ചിട്ട് അതിനെ തടയുന്നു. അതേസമയം വെറും ഒരു മീറ്റിംഗ് ആയിരിക്കും അവിടെ നടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഓൺഹയും ഡോഹിയും അതെല്ലാം തന്നെ നേരിട്ട് കാണുകയാണ്. പക്ഷെ ഒരു സോസേജ് ഒക്കെ പിടിച്ചു മാറ്റിയതായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ചിഹ്വാൻ ഏനയുടെ കൈയൊക്കെ പിടിച്ചു നിൽക്കുന്നതായിരുന്നു അവർ കണ്ടതും. അതുകൊണ്ട് തന്നെ ചിഹ്വാൻ നോക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും ഒളിച്ചൊക്കെ നിൽക്കുന്നു. നിലവിൽ ഇത്രയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഉൺഹയും കയ്യിലുണ്ടായിരുന്ന പേഴ്സ് ഒക്കെ ഡോഹിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിഹ്വാനും അവൾ സോസേജ് കഴിക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ പോലും അവൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടി സ്വീകരിക്കുകയില്ല എന്നൊക്കെ അറിയിക്കുന്നു. അടുത്തതായിട്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ടേക്കിനെ കാണിക്കുകയാണ്. ടേക്കിനെ ആകട്ടെ കുറെ ഗുണ്ടകള് ജയില് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കൊളൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ ടേക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും സമ്മതിക്കുന്നില്ല. ഹ്യുനുവും ഡ്രഗ് കേസിന്റെ കാര്യവും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാകട്ടെ ഉൺഹയും ഒരു ഹ്യുനുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഹ്യുനു ആരാണെന്നൊക്കെ കണ്ടെത്തുവാനായിട്ട് അസിസ്റ്റൻസിന്റെ അടുത്തും പറയുന്നു. നേരത്തെ പേഴ്സൊക്കെ നൽകുവാനായിട്ട് ഉൺഹ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജിഹ്വാനും അതുപോലെ തന്നെ ഏനയും കൂടി കൈപിടിച്ച് നിൽക്കുന്നതൊക്കെ അവൾ കണ്ടതുകൊണ്ട് ഈ ഒരു പേഴ്സൊക്കെ എന്റെ കയ്യിൽ തന്നിട്ട് അവൾ പോയെന്നൊക്കെ ഡോക്കി പറയുമ്പോഴത്തേക്കും ജിഹ്വാൻ ആകെ നിരാശപ്പെട്ടൊക്കെ പോകുന്നു. വീട്ടിലെത്തിയ അവളും ടൈം ക്യാപ്സ്യൂളൊക്കെ കുഴിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വളരെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ഏനയുടെ അടുത്ത് ചിഹ്വാൻ എന്ത് കാര്യമായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു. അടുത്തതായിട്ട് എല്ലാവരെയും കൂടി പഠിപ്പിക്കുവാനായിട്ടൊക്കെ ഉൺഹൻ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ജിഹോൻ വീട്ടിലേക്കൊന്നും വന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ അവർക്കിടയിലും വരുന്നത്. ഇന്നലെ രാത്രി സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുവാനാണ്, ഞങ്ങൾ കയറി കിടന്നുറങ്ങി എന്നൊക്കെ ഉണയെ മറുപടിയൊക്കെ കൊടുക്കുന്നു. അതേസമയം പഠിക്കുവാനായിട്ട് താല്പര്യമൊക്കെ ഇല്ലാതെ ആയിരുന്നു അവരും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ജിഹ്വാന്റെ സിംഗിൾ ലൈഫ് ഒക്കെ അവസാനിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹോങ്കിയും തന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ടു എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അടുത്തായിട്ട് ജിഹോൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഓൺഹയും വലിയ മൈൻഡൊന്നും ചെയ്യാതെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ താൻ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നു. മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഉണഹ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നൽകുവാനായിട്ടായിരുന്നു ജിഹ്വാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഏനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബിസിനസ് മീറ്റിംഗിനായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അവൾ സോസേജ് ഒക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് ഞാനും അവളുടെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിഹ്വാൻ പറയുമ്പോഴാകട്ടെ അപ്പോൾ ആരെങ്കിലും സോസേജ് ഒക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവരുടെ കയ്യിലൊക്കെ പിടിച്ച് തടയുകയാണല്ലേ നീ സാധാരണ ചെയ്യാറൊക്കെ ഉള്ളത് എന്ന് അവളും അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. നീ കഴിഞ്ഞ 36 വർഷമായിട്ട് ഡേറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞത് ശരിക്കും സത്യം തന്നെ ആയിരുന്നു എന്ന് കൂടി അവൾ ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ തെരുതെരവുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുവാൻ പോലും വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്.
ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഉൺഹയും അവനോട് എങ്ങനെയാണ് പാത്രങ്ങൾ കഴുകേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവനും അതൊക്കെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കണ്ണിലേക്ക് സോപ്പിന്റെ പതയൊക്കെ പോകുമ്പോഴത്തേക്കും അവനും അത് തൂത്തു കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നതൊക്കെ നമ്മുടെ ടീമിലുള്ള ബാക്കി ആൾക്കാരും കാണുകയാണ്. അതേസമയം ഇവരിങ്ങനെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഉൺഹയ്ക്കും ജീഹോനും അതുപോലെ തന്നെ ആ ഒരു ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാൻ പോലും സാധിക്കാത്ത മൊത്തത്തിൽ ചമ്മിയ ഒരു സിറ്റുവേഷനിലേക്കൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടേക്കിന്റെ ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജിഹോൻ ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് ഹ്യുനുവും ഡോങ്ഹിനെ ചുമതലപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടേക്കിന്റെ കേസിൽ ജിഹ്വാനെ ആയിരുന്നല്ലോ ഹ്യുൻവുവിന് സംശയം. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഡോഹിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുവാനായിട്ട് നിർത്തിയിട്ടുള്ളത്. പക്ഷെ ജിഹ്വാന്റെ അടുത്ത് നിന്നും സംശയിക്കുവാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും തനിക്ക് കിട്ടിയിട്ടില്ല എന്നും പിന്നെ ജുയേങ്ങിന്റെ അടുത്താണ് ജിഹ്വാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാറുള്ളതെന്നും ഡോഹിയും അറിയിക്കുന്നു. ടേക്കിന് പകരമായിട്ട് എന്നെയായിരുന്നു കാണാതെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജിഹ്വാൻ ഉറപ്പായിട്ടും എന്നെ അന്വേഷിച്ച് വന്നേനെ എന്ന് കൂടി ഡോഹി അറിയിക്കുന്നുണ്ട്. അടുത്തതായിട്ട് തായ്ലൻഡിൽ നിന്നും വന്നിട്ടുള്ള ഡ്രഗ് ഡീലർ ആയിട്ടുള്ള ടാവാനെ കാണിക്കുകയാണ്. ടാവാനും യാങ്ങിന് എവിടെ വെച്ചാണ് ഇനി കണ്ടുമുട്ടേണ്ടതെന്ന ഒരു ക്ലൂ ഒക്കെ നൽകുകയാണ്. അതേസമയം ഇവർ വളരെ രഹസ്യമായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു സ്ഥലമൊക്കെ ജോ എങ്ങും മനസ്സിലാക്കിയിരിക്കുന്നു. ശരിക്കും ട്രക്ക് കേസുമായിട്ട് ടേക്കിന് ഒരു ബന്ധവുമില്ല. അവർ ടേക്കിനെ തട്ടിക്കൊണ്ടു പോയതായിരുന്നു. അവർക്ക് മറ്റെന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ജോ എങ്ങും ജിഹ്വാനെ അറിയിക്കുന്ന സമയത്താകട്ടെ ടേക്ക് എനിക്ക് വാക്ക് നൽകിയതാണ്. അവനും ആ ഒരു വാക്കൊക്കെ പാലിച്ചു. അതുകൊണ്ട് തന്നെ അവനെ സേഫ് ആക്കേണ്ടത് എന്റെ കർത്തവ്യമാണെന്നൊക്കെ ജിഹ്വാനും പറയുന്നു. ഹ്യുനുവും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഉൺഹനെ വിളിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ എല്ലാ ബുധനാഴ്ചകളിലും ഉൺഹ കറക്റ്റ് ആയിട്ട് തന്നെ കുട്ടികളെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ എത്തുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറെ ആയിട്ട് അവൾ വരുന്നില്ലെങ്കിൽ പോലും എല്ലാ ബുധനാഴ്ചയും കുട്ടികളെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അവൾക്ക് വേണ്ടി കാത്തൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹ്യുനുവു ഇപ്പോൾ കുറെ അധികം കുട്ടികൾക്ക് കളിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവൾക്ക് കൊടുത്തതിന് ശേഷം കുട്ടികളുടെ കൂടെയൊക്കെ പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു. വീടിന് വെളിയിലൊക്കെ നിൽക്കുന്ന സമയത്താകട്ടെ നേരത്തെ ഉൺഹ മരത്തിന്റെ ചുവട്ടിലൊക്കെ കുറെയിടത്ത് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ ജിഹ്വാനും കാണുകയാണ്. കുറെ നേരത്തിന് ശേഷം ഹ്യുനുവു വീണ്ടും ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കുട്ടികൾ ഒരുപാട് ഹാപ്പി ആയിട്ട് അവർ വരച്ച ചിത്രങ്ങളൊക്കെ ഉൺഹനെ കാണിക്കുന്നതൊക്കെ അവനും കാണുന്നു. അവളുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ട് തന്നെ വീണ്ടും കുട്ടികളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു അവളും പിന്നീട് കുട്ടികളെ കാണുവാനായിട്ട് പോകാതിരുന്നത്. പക്ഷെ പെട്ടെന്ന് കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പഴയതുപോലെയൊക്കെ ആയിട്ട് അവളും കുട്ടികളുടെ കൂടെ ഒരുപാട് എൻജോയ് ചെയ്തു എന്നൊക്കെ അവനെയും അറിയിക്കുന്നു. കുട്ടികളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നീ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനിയും ഒരുപാട് സമയമൊക്കെ കുട്ടികളുടെ കൂടെ നീ ചിലവഴിക്കണം. അടുത്ത തവണ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന സാധനങ്ങളെല്ലാം തന്നെ അവളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹ്യുനുവും ഓഫീസിലേക്കൊക്കെ തിരിച്ചെത്തിയതിനു ശേഷം എങ്ങനെയും ഓൺഹ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹ്യുനുവിനെ കണ്ടെത്തണമെന്നൊരു തീരുമാനത്തിലൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താമസക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഹ്യുനുവും ഇപ്പോൾ പഴയ ഹ്യുനുവിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്റെ കൂടെ നീ സമയം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഉൺഹ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറൊക്കെ ഒരു ബോക്സിന്റെ അകത്തേക്ക് ആക്കിയതിനു ശേഷമായിരുന്നു ടൈം ക്യാപ്സൂൾ എന്ന രീതിക്ക് കുട്ടിയായിരുന്ന സമയത്ത് ഉൺഹയും ഹ്യുനുവും കൂടി കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളും അതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നു. എന്തായാലും ഹ്യുനുവും പഴയ ഹ്യുനു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില ആൾക്കാരുടെ പേരൻസിന്റെ പേരൊക്കെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അതിൽ ഒരു പേരൊക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. അങ്ങനെ അവനും ജിഹ്വാന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ജിഹ്വാന്റെ അച്ഛൻ ഡോൺ ആയിരുന്നെങ്കിൽ പോലും അമ്മയുടെ അതേ പേര് തന്നെയാണ് ഈ ഒരു അമ്മയുടെയും പേരെന്ന കാര്യം ഹ്യുനുവും കണ്ടെത്തുന്നു. ഓൺഹെയിം ഇപ്പോൾ വീടിന് മുമ്പിലൊക്കെ എത്തുമ്പോഴത്തേക്കും നേരത്തെ അവൾ കുഴിച്ചതിനേക്കാളും കുറച്ചുകൂടി ആഴത്തിലുള്ള വലിയൊരു കുഴിയൊക്കെ അവളും കാണുകയാണ്. ടൈം ക്യാപ്സ്യൂളൊക്കെ കണ്ടെത്തി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ജിഹ്വാനെ ഓൺഹെയിം കാണുന്നു. പണ്ട് ഊൺഹ താമസിച്ച അതേ വീടിന്റെ അടുത്താണ് ഹ്യുനുവും താമസിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇരിക്കെ ഹ്യുനുവിന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന വീടൊക്കെ പിന്നീട് മേടിച്ചിട്ടുണ്ടായിരുന്ന ജിഹ്വാൻ ആണല്ലോ. സോ ജിഹ്വാൻ തന്നെയാണ് ഹ്യുനുവു എന്ന കാര്യമൊക്കെ ഇപ്പോൾ ഹ്യുനുവും കണ്ടെത്തുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.